കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തൃശൂർ ചാവക്കാട് പുന്നപ്പാലത്തിനായി സ്ഥലം വിട്ടു നൽകിയവർ ആശങ്കയിൽ. പാലത്തിനായി സ്ഥലം ഏറ്റെടുത്തെങ്കിലും ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് ഇതുവരെ ധാരണയായില്ല. നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്നും തുടർ നടപടികൾ മുന്നോട്ടു പോകുന്നില്ലെന്നുമാണ് പരാതി. ദേശീയപാതയിൽ നിന്ന് ഗുരുവായൂരിനെയും ചാവക്കാടിനെയും ബന്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പുന്നപ്പാലത്തിന്റെ നിർമ്മാണം. പുതിയ പാലം നിർമ്മിക്കുന്നതിനായി 48 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിൽ വകയിരുത്തിയത്. പാലം പദ്ധതിക്കായുള്ള സ്ഥലമേറ്റെടുപ്പിൽ 15 കുടുംബങ്ങളിൽ പലരും വീടും സ്ഥലവുമടക്കം വിട്ടു നൽകിയെങ്കിലും നഷ്ടപരിഹാരം സംബന്ധിച്ച് അവ്യക്തമായ പ്രതികരണങ്ങളാണ് ഇതുവരെ ഇവർക്ക് ലഭിച്ചത്. ഇതിലൊക്കെ പറയുന്നത് പൊന്നുമല നിങ്ങൾക്ക് മേടിച്ചു തരും, പൊന്നുമല നിങ്ങൾക്ക് മേടിച്ചു തരും. ലാസ്റ്റ് ഇതിന്റെ സാങ്ഷൻ ആയി കഴിഞ്ഞപ്പോൾ ഈ പാലത്തിന്റെ ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഇതിന് എല്ലാവർക്കും പൈസ പാസ്സായിട്ടുണ്ട്, അത് ആവശ്യമുള്ള ഒരു പൈസ മേടിക്കുക, അല്ലാത്ത പൈസ കോടതിയിൽ കെട്ടിവെച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്ന പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങളെ നെഞ്ഞത്ത് കൂടെയൊക്കെ നടത്തേണ്ട ഒരു കാര്യങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ വീട് പോണ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ വീട് പോണതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കിയതിന്റെ ശേഷം മാത്രമേ ഇതിന്റെ പ്രോജക്റ്റ് അനുവദിക്കാൻ പറ്റുള്ളൂ. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരമായി 10,03,99,198 രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ തുക വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് ആരോപണം. നഷ്ടപരിഹാരമായി നൽകുന്ന തുകയിൽ പുനഃപരിശോധന വേണമെന്നും സ്ഥലമുടമകൾക്ക് അടിയന്തരമായി തുക കൈമാറണമെന്നുമാണ് ആവശ്യം. യാതൊരു സാഹചര്യങ്ങളും ഇല്ലാത്ത രീതിയിൽ രണ്ടാമത്തെ അലൈൻമെന്റ് കൊണ്ടുവന്നത് പ്രത്യേക താല്പര്യങ്ങൾ എടുത്തുകൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന മാതിരിയിലാണ് പലരുടെയും ഭൂമി വേസ്റ്റായിട്ട് പോണത്. ആ കാര്യം കൂടി സർക്കാർ പരിഗണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗുരുവായൂർ ചാവക്കാട് റൂട്ടിലെ ഗതാഗത കുരുക്കിന് പരിഹാരമെന്ന നിലയ്ക്കാണ് കനോലി കനാലിന് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത്. KV അബ്ദുൽ ഖാദർ MLA ആയിരിക്കെ 2017-18 സാമ്പത്തിക വർഷത്തിലാണ് പദ്ധതി അനുവദിച്ചത്. 9.75 മീറ്റർ വീതിയിലും 253 മീറ്റർ നീളത്തിലുമാണ് പാലം. നിർമ്മാണം പൂർത്തിയായാൽ ചിങ്ങനാത്ത് കടവ് പാലവും അപ്രോച്ച് റോഡും ദേശീയപാത 66 നിന്നും ചാവക്കാട് ഗുരുവായൂർ പ്രദേശത്തേക്കുള്ള പ്രധാന ബൈപ്പാസായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.